ക്രേസി സ്പോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമ റിലീസാകുകയാണ്. മേക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ പൊളിയാ. പിന്നെ എന്താ പറയാ, നമ്മളുടെ ഒരു മലയാളം ഫിലിം കണ്ടിറങ്ങുന്ന ഫീൽ അല്ല. കാരണം ഭയങ്കര രസമായിട്ടാണ് മേക്കിംഗ് വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഔസം വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി കൂടിയാണ്. എങ്ങനെയാണ് അഭിപ്രായം നിങ്ങളുടെ പൊതുവെ സിനിമയെ ശേഷം ഇറങ്ങിയ അപ്പൊ അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തോന്നി. ഇനി അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലൂസി പറഞ്ഞ സിനിമയുടെ ബാക്കിയാണല്ലോ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എങ്ങനെയാണ് സിനിമ? എനിക്ക് തോന്നുന്നു സ്റ്റോറി വൈസ് എനിക്ക് കുറച്ചുകൂടെ കണക്ട് ആയത് ലൂസിഫർ ആണ്. പക്ഷേ ഇതിനകത്ത് ഇനി ഒരു തേർഡ് പാർട്ട് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റോറി വൈസ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് കൂടെ വന്നു കഴിയുമ്പോഴായിരിക്കും. രണ്ട് കൈൻഡ് ഓഫ് അത് മറ്റേതൊരു പുതുമയുടെ എഫക്ട് ഉണ്ട്, ഇതിന്റെ ആ കണ്ടിന്യൂഷൻ്റെ ഒരു എഫക്ട് ഉണ്ട്. ഓക്കെ, ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്, ആക്ടിങ് അല്ലാതെ അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പോൾ മറ്റേ ലൂസിഫർ ആണോ ഇതാണോ ഇഷ്ടപ്പെട്ടത്? രണ്ടും ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് വൈസ് നിങ്ങൾ ഇങ്ങനെ കാണണം, എന്നിട്ട് മനസ്സിലാക്കണം. മേക്കിംഗ് വൈസ് പടം നമ്മുടെ മലയാളം ഫിലിമിന്റെ ലെവലേ അല്ല. എങ്ങനെയുണ്ട് സിനിമ? സൂപ്പർ പടം. അതിലത്തെ എല്ലാവരുടെ ആക്ടിങ്ങും സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ആരുടെ ആക്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെയൊന്നും ചോദിച്ചാൽ ആർക്കും പറഞ്ഞില്ല. എല്ലാവരുടെ ആക്ടിങ്ങും ഒരേപോലെ സൂപ്പറായി. ലൂസിഫർ കണ്ട കാഴ്ചക്കൊള്ളതല്ല, അതുക്കും മേലെയാണ്. ഒത്തിരി മേലെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തെ സിനിമയാണ്. നല്ല പടമായിരുന്നു. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ലൂസിഫർ മോശമാണെന്നല്ല, കാരണം നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തു. ആ എക്സ്പെക്ടേഷനുള്ള ഒരു പടമുണ്ട്. സൂപ്പർ, എല്ലാവരുടെയും അഭിനയങ്ങൾ സൂപ്പറായിരുന്നു എല്ലാവരുടെയും. അതായത് നമ്മളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ പൃഥ്വിരാജ് എന്ന ഫിലിം മേക്കറിന്, ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എടുത്തു വെച്ചങ്ങനെ എല്ലാം ഒന്നിനൊന്നും വെച്ച പോരായ്മയായിട്ട് ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം. ടെക്നിക്കൽ സൈഡ് അടിപൊളിയാണ്. എഴുത്തും സ്ക്രീൻ പ്ലേ ഒന്നും അത്ര ശരിയായിട്ട്. ഡയറക്ഷനോ? അതാ ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് ഒക്കെ വെച്ചിട്ട് കണ്ടിരിക്കാൻ രസമുണ്ട്. പക്ഷെ ഒരു ഇമ്പാക്ട്, ഒരു ഓളം ലൂസിഫർ കാണുമ്പോൾ ഒരു ഫീൽ ഇതിനകത്ത് കിട്ടണല്ലോ.